ദൈവവചന വ്യവസ്ഥ വിട്ട് നടക്കുന്ന സഭകളിലും ദൈവവചനം ശുശ്രൂഷിക്കാത്ത സഭകളിലും ആരാധന പ്രോപ്പർ ആത്മാവിലും സത്യത്തിനുമല്ലാത്ത സഭകളെക്കുറിച്ചല്ല ഞാൻ ഈ പറയണേ. പ്രോപ്പറായിട്ട് ആരാധനയും ദൈവവചനവും ഒരുപോലെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവരെ ദിനംതോറും സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്ന അനുഭവമുള്ള സഭയിലാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊന്നുമില്ലാത്ത സഭയല്ല. സ്നാനം നടക്കാത്ത രക്ഷിക്കപ്പെടാത്ത അനുഭവമില്ലാത്ത സഭകളൊന്നും സഭയല്ല. അതൊക്കെ സംഘടനയാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കരുത്. പ്രൈസ് ഗോഡ്. വളരുന്ന സഭയിൽ പോകണം. അതാ ദൈവത്തിൻ്റെ സഭ. വളർച്ച മുരടിച്ചതല്ല. പ്രൈസ് ഗോഡ്. പോട്ടെ. അപ്പോൾ നന്ദി കെട്ടവർ, സ്തോത്രം, നമ്മൾ എന്ത് കഴിക്കണം? നന്ദിയുള്ളവരായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, നമ്മുടെ ഇല്ലായ്മകളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളിലും നമ്മുടെ വേദനകളിലുമൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്തവരുണ്ട്. ഇന്നിപ്പോൾ അവരുടെ ആരുടെയും സഹായം വേണ്ട എന്ന് വന്നാലും അന്ന് എന്നെ സഹായിച്ചത്, എന്നെ കരുതിയത്, എന്നെ ആശ്വസിപ്പിച്ചത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവമക്കളെ, ഒരിക്കലും മറക്കല്ല. ഇന്ന് പക്ഷേ അവസ്ഥ എല്ലാം മാറിപ്പോയി കാണും. പക്ഷേ വെട്ടിയെടുത്ത കുഴിയിലേക്കും കുഴിച്ചെടുത്ത കനികർപ്പത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കണം. അവിടം തുടങ്ങി ഇവിടം വരെ വരാനുള്ള കാരണം എൻ്റെ കൂട്ടു സഹോദരന്മാർ, എൻ്റെ കൂട്ടു സഹോദരിമാർ, മാതാക്കൾ, പിതാക്കൾ, അവരുടെയൊക്കെ കണ്ണുനീരും പ്രാർത്ഥനയും സഹായവും ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന കൂട്ടായ്മക്കാരെന്ന്. നമ്മൾ ഒറ്റയന്മാരല്ല. ദൈവമക്കൾ ഒറ്റയന്മാരല്ല. അവർക്കങ്ങനെ പറ്റത്തില്ല. നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും, സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നവരാണ്.